നോക്കുന്നു. നോക്കാം, അവൻ അനങ്ങുന്നു. അവൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്ന എടുത്ത് നോക്കിക്കേ. കണ്ണേ, എൻ്റെ കറിവേപ്പിൻ്റെ ഇല തിന്നുന്ന സാധനം. എടാ ഭയങ്കര, നീ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുവായിരുന്നു കേട്ടോ. എൻ്റെ കറിവേപ്പ് ഇല തിന്നുന്ന വീരൻ. ഇവനെ ഞാൻ എന്തോ ചെയ്യണ്ടേ? ഞാൻ എപ്പോഴും വന്ന് നോക്കും. 2 ദിവസം ഞാനിതിനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ ചെറിയൊരു കറുത്ത പുഴുവാണ് സാധാരണ കാണുന്നത്. അതുകൊണ്ട് അതിനെ വീർത്ത് ഉല്ലസിച്ചിങ്ങനെ ഇരിക്കുമോ. ഇവനെ ഞാൻ എന്തോ ചെയ്യണ്ടേ? എന്നെ ഞാൻ കുത്തി ഇളക്കി ഞാൻ കണ്ടോ അതിനൊന്നും. അതുകൊണ്ട് ഇരിക്കുന്നുണ്ടോ സംഭവത്തെ? കണ്ടോ? അതുകൊണ്ടിത് കണ്ടോ? കണ്ടോടി? ആ, ഇതിനെ നമ്മൾ കണ്ടോ കണ്ടോ ഇതിനെ നമുക്കിവിടെ കയറ്റണം. ഇത് കയറ്റിയിട്ട് അതിൻ്റെ മുമ്പ് കണ്ടോ ഇത് തിന്ന്. അയ്യോ, ഇലയെല്ലാം കൂടെ തിന്ന് വീർത്ത് കെട്ടിയിരിക്കുക. എവിടെ പോ? ഇവിടെ 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 വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇതിനെ നമുക്ക് വെളിയിലിറക്കണം. വെളിയിലിറക്കിയിട്ട് ഇവനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വാടാ വാടാ വാടാ. കണ്ടോ? കാണോ? കണ്ടോ സാന്ത്വനെ? കണ്ടോ? ഇതാണ്. ഓ, ഇത്രയും വലുതായത്. എന്നെ കാണാവോ? കണ്ടല്ലോ എൻ്റെ മുഖം കണ്ടോ? എൻ്റെ മുഖം ഒന്ന് കാണിച്ചേ. അതിങ്ങോട്ട് വയ്ക്കും. മുഖം കണ്ടോ? മുഖം ഒന്നും കാണുന്ന പോലുമില്ല. ഇപ്പം കാണാവോ? വാ കാണാം. വയ്ക്കോ? വന്നോ വന്നോ, നമുക്ക് ഇവനെ കൊണ്ടുപോകാം. വാ വാ. അതെ, അവനെ ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എൻ്റെ കറിവേപ്പിൻ്റെ ഇല മൊത്തം നീ നശിപ്പിച്ച് കളഞ്ഞു. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ വെറുതെ വിടത്തില്ലല്ലോ. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഇലയൊക്കെ മുറ്റി നിൽക്കുക. അപ്പോൾ നമുക്കിതങ്ങ് വെട്ടണം. ഈ മുറ്റി ഇലയെല്ലാം നമ്മളങ്ങ് വെട്ടിക്കളയുക. വെട്ടിക്കളയുമല്ല, എടുക്കുക. ഇതെല്ലാം അങ്ങ് വെട്ടുക. കണ്ടോ? ഇതെല്ലാം ഒരുമാതിരി മുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ഏകദേശം ഇച്ചിരി താഴ്ത്തി വെട്ടണം. താഴ്ത്തി വെട്ടുന്നതിൻ്റെ കാരണം അവിടുന്ന് എത്ത് പൊട്ടിക്കളിക്കും. നമ്മളിനിയിപ്പോൾ ഇവിടെ വെച്ചാൽ അതിനത് വെട്ടുന്നത്. അപ്പോൾ അടുത്ത എത്ത് പൊട്ടിക്കളിക്കുന്ന ഇവിടെ വെച്ചാൽ കണ്ടോ? കാണാവോ? നീ എടുത്ത് എത്ത് വെട്ടുന്ന ഇവിടെ വെച്ചാൽ നമ്മൾ വെട്ടുന്നത്. കണ്ടോ? അത് വെട്ടി. ഇനി ആ തണ്ടേന്ന് ഇതിൽ നിന്ന് കുറേ ഇട്ടൊക്കെ കിളിച്ചോളും. അത് മതി. അപ്പോൾ ഞാൻ വെട്ടിയെടുത്തതേ കണ്ടല്ലോ. ഇനി കുറച്ച് ദിവസത്തേക്ക് കാണും. നമുക്കത് മതി. അത് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെട്ടും. അപ്പോൾ നമുക്ക് ഒത്തിരി ഹൈറ്റിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെട്ടുന്നത്. ഒരുപാട് ഹൈറ്റ് വേണ്ട. ഹൈറ്റ് പോയാൽ എന്തിനൊക്കെ നമുക്ക് ഇലയില്ലേ ആവശ്യം. അപ്പോൾ ഇല ഇങ്ങനെ കിളിച്ച് വന്നുകൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വെട്ടുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാം. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് കാര്യമായി. ഇതും കൂടെ അങ്ങ് വെട്ടാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കിളിച്ച് വരട്ടെ. എന്താ കണ്ട് ഇതുകൂടെ ഞാൻ വെട്ടുവേ. കണ്ടോ? ഇപ്പോൾ 2 തണ്ട് ഞാൻ വെട്ടിയിട്ടുണ്ട്. 2 തണ്ട് വെട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ.